ഹായ് ഓൾ, MS എക്സലിൽ നമുക്ക് ഇന്ന് ലെഫ്റ്റ് ഫോർമുലയും റൈറ്റ് ഫോർമുലയും നോക്കാം. അപ്പൊ ഞാനിവിടെ ഒരു വേർഡ് കൊടുത്തിട്ടുണ്ട് വെൻസ്ഡേ എന്ന്. നമുക്ക് ലെഫ്റ്റ് ഫോർമുല ആ വേർഡിൽ അപ്ലൈ ചെയ്ത് നോക്കാം. എന്തായിരിക്കും റിസൾട്ട് കിട്ടുക എന്നുള്ളത്. ഈക്വൽ ലെഫ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. നോക്കൂ, താഴെ അതിന് സിൻടാക്സ് വന്നിട്ടുണ്ട് ടെക്സ്റ്റ്. നമുക്ക് ടെക്സ്റ്റ് മാത്രം കൊടുത്തു നോക്കാം. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം, എൻ്റർ അമർത്തുക. അപ്പൊ ലെഫ്റ്റ് നിന്ന് ഫസ്റ്റ് ക്യാരക്ടർ മാത്രമാണ് റിസൾട്ട് ആയിട്ട് വരുന്നത്. അതായത് ഫസ്റ്റ് എന്നുള്ള ആദ്യത്തെ ക്യാരക്ടർ. ഈ നമുക്ക് ഒന്നും കൂടി ലെഫ്റ്റ് ഫോർമുല കൊടുത്തു നോക്കാം. ഈക്വൽ ലെഫ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ടെക്സ്റ്റ് കൊടുക്കുന്നു. സിൻടാക്സ് രണ്ടാമതായി പറയുന്നത് നം ക്യാരക്ടേഴ്സ് ആണ്. അതായത് നമുക്ക് എത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ലെഫ്റ്റ് നിന്ന് വേണം എന്നുള്ളത്. നമുക്ക് 3 കൊടുത്തു നോക്കാം. 3 കൊടുത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ അമർത്തി. നോക്കൂ, വെൻസ്ഡേ എന്ന് പറഞ്ഞ വേർഡിൽ ലെഫ്റ്റ് നിന്ന് 3 ക്യാരക്ടർ അത് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്ക് റൈറ്റ് ഫോർമുല നോക്കാം. ഈക്വൽ റൈറ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ജസ്റ്റ് ടെക്സ്റ്റ് മാത്രം കൊടുത്തു നോക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അമർത്തുക. അപ്പൊ ലാസ്റ്റ് അതായത് റൈറ്റ് നിന്ന് ലാസ്റ്റ് നിന്ന് ഒറ്റ ക്യാരക്ടർ മാത്രമാണ് റിസൾട്ട് ആയി കിട്ടിയിട്ടുള്ളത്. ഈ നമുക്ക് ഒന്നും കൂടി ഫോർമുല അപ്ലൈ ചെയ്യാം. ഈക്വൽ റൈറ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, കോമ കൊടുക്കുക. റൈറ്റിൽ നിന്ന് എത്ര ക്യാരക്ടർ വേണമെന്നാണ് ചോദിക്കുന്നത്. നമുക്കൊരു 3 കൊടുത്തു നോക്കാം. 3 കൊടുത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ അമർത്തി. അപ്പൊ വെൻസ്ഡേ എന്ന് പറഞ്ഞ വേർഡില് റൈറ്റിൽ നിന്ന് 3 ക്യാരക്ടർ കിട്ടി, അതായത് ഡേ. അല്ല, നമ്മൾ ഇത് കൊടുക്കാണ്ട്, അതായത് നമ്മൾ ഇങ്ങനെ എത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് വേണമെന്ന് കൊടുക്കാതെ ജസ്റ്റ് ലെഫ്റ്റ് ഫോർമുലയും റൈറ്റ് ഫോർമുലയും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് നിന്ന് ഫസ്റ്റ് ക്യാരക്ടറും റൈറ്റിൽ നിന്ന് ഫസ്റ്റ് ക്യാരക്ടറും ആണ് റിസൾട്ട് ആയി കിട്ടുക. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.